ജാതിവാദത്തിനും യാഥാസ്ഥികത്വത്തിനുമെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ വലിയ സാമൂഹിക പ്രക്ഷോഭം, കേരളത്തിന്റെ ആധുനിക സാമൂഹിക ചരിത്രത്തിന് വഴിതെളിച്ച ആ സംഭവം. ഞാൻ സംസാരിക്കുന്നത് സാമൂഹിക നീതിക്കായി കേരളത്തിൽ നടത്തപ്പെട്ട വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റി. എന്താണ് യഥാർത്ഥത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൽ സംഭവിച്ചത്? അതിനായി വഴിവെച്ച സംഭവങ്ങൾ എന്തെല്ലാമാണ്? ആധുനിക സാമൂഹിക ബോധം വളർത്തിയെടുക്കുന്നതിൽ വൈക്കം സത്യാഗ്രഹം എങ്ങനെ കേരളത്തെ സഹായിച്ചു? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. പഴയ തിരുവിതാംകൂർ രാജ്യത്ത് 1924 മാർച്ച് 30 തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന ഐത്തത്തിനെതിരായ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വേമ്പനാട്ട് കായലിന്റെ കിഴക്കേക്കരയിൽ തിരുവിതാംകൂറിലെ ഒരു ക്ഷേത്ര നഗരമാണ് വൈക്കം. അവിടുത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജാതിവാദത്തിന്റെയും യാഥാസ്ഥികത്വത്തിന്റെയും നെടുങ്കോട്ടയായിരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള അവകാശം നേടിയെടുക്കുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അയിത്തം, തീണ്ടൽ എന്നീ അനാചാരങ്ങളും സാമൂഹിക ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നമ്പൂതിരി, ക്ഷത്രിയർ, നായന്മാർ, നസ്രാണികൾ, ഈഴവർ, എഴുത്തച്ഛൻ, വിശ്വകർമ്മജർ, നാടാർ, അരയർ, പുലയർ, പാണർ തുടങ്ങിയവർ ക്രമം പോലെ താഴോട്ട് തൊട്ടുകൂടായ്മ വെച്ചു പുലർത്തിയിരുന്നു. തീണ്ടൽ എന്ന ഒരു നിശ്ചിത ദൂരത്തിനടുത്ത് വരുവാനിടയായാൽ കീഴ്ജാതിക്കാരെ മർദ്ദിക്കുവാനും ശിക്ഷിക്കുവാനും മേൽജാതിക്കാർക്ക് അവകാശമുണ്ടായിരുന്നു. ചില വഴികളിൽ ഈഴവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ താഴെയുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. ഇത്തരം വഴികളിൽ ഈഴവർക്കും സവർണരായവർ പോകുമ്പോൾ വഴിമാറി കൊടുക്കേണ്ടി വന്നിരുന്നു. സവർണ ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെയുള്ള വീഥികളിലാകട്ടെ ഈഴവരെയും വിലക്കിയിരുന്നു. ഈ ജനവിഭാഗങ്ങൾക്ക് അവരുടെ സാമൂഹ്യ അപകർഷത അനുസ്മരിപ്പിക്കുവാൻ എന്നവണ്ണം വഴികളിൽ പലയിടത്തും അവർക്കുള്ള നടപ്പ് നിരോധനം രേഖപ്പെടുത്തിയ ഫലകങ്ങൾ സ്ഥാപിച്ചിരുന്നു. അഹിന്ദുക്കളായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ വിലക്ക് ബാധകമായിരുന്നില്ല എന്നത് അവർണ വിഭാഗങ്ങളെ ഉദ്ദേശിച്ചുള്ള ഈ വിലക്കിനെ കൂടുതൽ അപമാനകരമാക്കി. ക്ഷേത്രത്തെ തീണ്ടാതെ നടക്കുവാനായി അവർണ യാത്രക്കാർക്ക് 2-3 മൈൽ ദൈർഘ്യം കൂടുതലുള്ള വഴിയെ ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്യേണ്ടി വന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ രാജാവായിരിക്കെ 200ഓളം വരുന്ന ഈഴവ യുവാക്കൾ വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും പ്രാർത്ഥിക്കുവാനും തീരുമാനിച്ച് തീയതി നിശ്ചയിച്ചു. ക്ഷേത്ര അധികാരികൾ ഈ വിവരം രാജാവിനെ അറിയിക്കുകയും വേണ്ടത് ചെയ്യാമെന്ന് രാജാവ് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ ക്ഷേത്രപ്രവേശനം നിശ്ചയിച്ചിരുന്ന ആ ദിവസം രാജാവിന്റെ ഒരു കുതിരപ്പടയാളി അവിടെ എത്തുകയും ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്ന യുവാക്കളെ തലങ്ങും വിലങ്ങും വെട്ടിക്കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. അവിടെ കിടന്ന ജഡങ്ങൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയ്ക്ക് സമീപത്തുള്ള ഒരു കുളത്തിൽ കുഴിച്ചിട്ടു. ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായി കണക്കാക്കപ്പെട്ട അന്നത്തെ ദളവായുമായി ബന്ധപ്പെടുത്തി ഈ കുളം നിന്ന സ്ഥലത്തെ അന്നു മുതൽ ദളവാ കുളം എന്ന് വിളിച്ചു പോന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ വൈക്കത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിലകൊള്ളുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1905 തിരുവിതാംകൂർ നിയമസഭയിലെ ഈഴവ പ്രതിനിധികൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴിയിലെ യാത്രാ നിരോധനത്തിന്റെ പ്രശ്നം സഭയിൽ ഉന്നയിച്ചുവെങ്കിലും തർക്കം മതസംബന്ധിയാണെന്ന ന്യായം പറഞ്ഞ് ഈ വിഷയം ചർച്ചയ്ക്ക് പരിഗണിക്കുവാൻ പോലും അധികാരികൾ വിസമ്മതിച്ചു. 1920-21 കാലയളവിൽ സഭയിൽ അംഗമായിരുന്ന പ്രസിദ്ധ കവി കുമാരനാശാൻ ഈ വിഷയം അവതരിപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. SNDP കാര്യദർശിയായിരുന്ന TK മാധവൻ പിന്നീട് പ്രശ്നം ദിവാൻ രാഘവയ്യയുടെ മുൻപിൽ ഉന്നയിച്ചപ്പോഴും അനുഭാവപൂർണമായ പ്രതികരണമല്ല ലഭിച്ചത്. തുടർന്ന് രാജാവിനെ നേരിൽ കണ്ട് നിവേദനം നടത്തുവാൻ മാധവൻ അനുമതി ചോദിച്ചുവെങ്കിലും അതും നിഷേധിക്കപ്പെടുകയായിരുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുവാനും രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അനുമതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് എന്ത് പോംവഴിയാണുള്ളത്? അവർ തിരുവിതാംകൂർ വിട്ടുപോവുകയാണോ ചെയ്യേണ്ടത് എന്ന് പരിതപിച്ച മാധവനോട് ദിവാൻ പറഞ്ഞത് പ്രശ്നം പരിഹരിക്കുവാനായി ആരെങ്കിലും തിരുവിതാംകൂർ വിട്ടുപോയാലും വിരോധമില്ല എന്നാണത്രേ.
1917 സെപ്റ്റംബർ 27 തിരുനെൽവേലി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ടി.കെ. മാധവൻ തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിന്റെ അവസ്ഥ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഇടപെടൽ സാധ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ടി.കെ. മാധവനാണ്. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിന് എഴുതാമെന്ന് ഗാന്ധി സമ്മതിച്ചു. 1923 ഡിസംബറിൽ മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായ കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിലും ടി.കെ. മാധവൻ, സർദാർ കെ.എം. പണിക്കർ, കെ.പി. കേശവ മേനോൻ എന്നിവരോടൊപ്പം പങ്കെടുത്തു. മാധവന്റെ ശ്രമഫലമായി കോൺഗ്രസ് ഈ പ്രശ്നം പ്രത്യേകം പരിഗണിക്കുകയും അത് കൈകാര്യം ചെയ്യുവാനായി സംസ്ഥാന കോൺഗ്രസ് ഘടകത്തെ അധികാരപ്പെടുത്തുകയും ചെയ്തു. അതേ തുടർന്ന് കേരള സംസ്ഥാന കോൺഗ്രസ് സമിതി 1924 ജനുവരി 24 എറണാകുളത്ത് സമ്മേളിച്ച് കെ. വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു അസ്പർശത നിർമ്മാർജ്ജന സമിതി രൂപീകരിച്ചു. ടി.കെ. മാധവൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി, ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ, കെ. വേലായുധമേനോൻ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. ടി.കെ. മാധവൻ അധ്യക്ഷനായി ഒരു പ്രചാരണ സമിതിയും രൂപീകരിച്ചു. സമിതികളിലെ അംഗങ്ങൾ 1924 ഫെബ്രുവരി 28 വൈക്കത്തെത്തി ഒരു വലിയ പൊതുസമ്മേളനം നടത്തി. സമ്മേളനത്തിൽ മാധവൻ അസ്പൃശ്യത നിർമ്മാർജ്ജന സമിതിയോട് അവർണ വിഭാഗങ്ങളെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള ഫലകങ്ങൾ എടുത്തുമാറ്റുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നിരോധിക്കപ്പെട്ട വഴികളിലൂടെ ഒരു ജാഥ നടത്തുവാനായിരുന്നു സമിതി തീരുമാനിച്ചത്. ജാഥ നടത്തുവാനുള്ള തീരുമാനം അറിഞ്ഞപ്പോൾ സവർണ വിഭാഗങ്ങളിലെ നേതാക്കളിൽ ചിലർ മജിസ്ട്രേറ്റ്, പോലീസ് ഇൻസ്പെക്ടർ, തഹസീൽദാർ എന്നിവരോടൊപ്പം കോൺഗ്രസ് നേതാക്കളെ അവരുടെ താവളത്തിലെത്തി കണ്ടു. ഇണ്ടന്തുരത്ത് നീലകണ്ഠൻ നമ്പൂതിരിയായിരുന്നു അവരുടെ നേതാവ്. ജാഥ കുറെ ദിവസം കഴിഞ്ഞായാൽ അനുവദിക്കാമെന്നും ഉടനെ അത് നടത്തുന്നത് സാമുദായിക സൗഹാർദ്ദം തകർക്കുവാൻ ഇടയാക്കുമെന്നും അവർ വാദിച്ചു. ഈ ആവശ്യത്തിന് വഴങ്ങി കോൺഗ്രസ് ജാഥയുടെ തീയതി 1924 മാർച്ച് 30 എന്ന് നിശ്ചയിച്ചു. അതിനിടെ അയിത്തം കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരമാണെന്ന് വാദിച്ച സവർണർ അത് സംരക്ഷിക്കുവാനുള്ള കടമ നിർവഹിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു. ഈ ആചാരത്തെ തകർക്കുവാൻ കോൺഗ്രസ് ഒരു പ്രക്ഷോഭത്തിലൂടെ ശ്രമിക്കുകയാണെന്നും അവർ വാദിച്ചു. പിന്നീട് മജിസ്ട്രേറ്റ് വർഗീയ കലാപം ഒഴിവാക്കാനെന്ന ന്യായം പറഞ്ഞ് ഈ ജാഥയ്ക്കെതിരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. അതോടെ അസ്പർശ്യത നിർമ്മാർജ്ജന സമിതിയും അടവ് മാറ്റി. ജാഥയ്ക്ക് പകരം എല്ലാ ദിവസവും വിഭിന്ന ജാതിക്കാരായ 3 പേരുടെ ഒരു സംഘത്തെ വിലക്കപ്പെട്ട വഴികളിലൂടെ അയക്കുവാൻ തീരുമാനിച്ചു. ദിവസവും എല്ലാവരും ഒന്നിച്ച് നടന്ന് നിരോധന ഫലകത്തിന്റെ 50 അടി അകലെ വരെ ചെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരെ മുൻപോട്ട് അയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഒന്നാം ദിവസം പുലയനായ കുഞ്ഞാപ്പിയും ഈഴവനായ ബാഹുലേയനും നായരായ ഗോവിന്ദ പണിക്കരുമായിരുന്നു പോയത്. പോലീസ് അവരെ തടഞ്ഞു നിർത്തി ജാതി ചോദിച്ച ശേഷം സവർണന് മാത്രമേ മുൻപോട്ട് പോകുവാൻ അനുവാദമുള്ളൂ എന്നതിന് മറുപടിയായി തന്റെ കൂടെയുള്ള 2 അവർണർക്കൊപ്പം മാത്രമേ താൻ മുൻപോട്ട് പോവുകയുള്ളൂ എന്ന് സവർണ സമുദായത്തിൽപ്പെട്ട സത്യാഗ്രഹി മറുപടി പറയുകയും ഇത് 3 പേരുടെയും അറസ്റ്റിലും ജയിൽ ശിക്ഷയിലും കലാശിക്കുകയും ചെയ്തിരുന്നു. വൈകുന്നേരങ്ങളിൽ അറസ്റ്റിലും ജയിൽ ശിക്ഷയിലും പ്രതിഷേധിച്ച് പൊതുസമ്മേളനം നടത്തപ്പെട്ടു. എല്ലാ ദിവസവും ഈ നടപടിക്രമങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ഇടയ്ക്ക് സവർണ നേതാക്കളുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പ് സാധ്യമാകും എന്ന പ്രതീക്ഷയിൽ ഏപ്രിൽ 5, 6 തീയതികളിൽ സത്യാഗ്രഹം നിർത്തിവെച്ചു. എന്നാൽ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സത്യാഗ്രഹം പുനരാരംഭിച്ചു. ഏപ്രിൽ 7 ടി.കെ. മാധവനും സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിന്റെ അധ്യക്ഷൻ കെ.പി. കേശവ മേനോനും സത്യാഗ്രഹത്തിൽ അറസ്റ്റ് വരിച്ചു. പിന്നീട് ഇരുവരെയും വിട്ടയച്ചു. ഏപ്രിൽ 10 വരെ സത്യാഗ്രഹം ഇതേ മട്ടിൽ തുടർന്നു. പിന്നീട് സർക്കാർ അടവ് മാറ്റി. സത്യാഗ്രഹികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം വഴിയിൽ ബാരിക്കേഡുകൾ ഉയർത്തി നിരോധിക്കപ്പെട്ട വഴികളിൽ സത്യാഗ്രഹികൾ പ്രവേശിക്കുന്നത് തടയുക എന്നതായി പുതിയ നയം. ഇതിനോട് സത്യാഗ്രഹികൾ പ്രതികരിച്ചത് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ സമരത്തിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നതിന് ഗാന്ധി അനുകൂലമല്ലായിരുന്നു. സത്യാഗ്രഹികളെ അറസ്റ്റ് ചെയ്യാതെ സമരത്തെ നേരിടുവാനുള്ള ശ്രമം ഫലിക്കാതെ വന്നപ്പോൾ സർക്കാർ മർദ്ദനമുറ സ്വീകരിച്ചതായും സത്യാഗ്രഹത്തെ തകർക്കുവാൻ പോലീസ് യാഥാസ്ഥികരുമായി സഹകരിക്കുന്നതായും സത്യാഗ്രഹികൾ ആരോപിച്ചു. ക്രമേണ നിയന്ത്രണം സവർണ നേതാക്കൾക്ക് വിട്ടിട്ട്
പോലീസ് ദൃക്സാക്ഷികളുടെ നിലയിലായി എന്നും അവർ ആരോപിച്ചു. സത്യാഗ്രഹത്തിന്റെ ആരംഭഘട്ടത്തിൽ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളും ദിവാൻ ബഹദൂർ ടി രാഘവയെയും യാഥാസ്ഥികരെ പിന്തുണയ്ക്കുന്നതായി സത്യാഗ്രഹികൾ കരുതി. സത്യാഗ്രഹത്തെ വിമർശിച്ചുകൊണ്ട് സവർണരിൽ ചിലർ ഗാന്ധിക്ക് കത്തുകൾ എഴുതി. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത് സ്വകാര്യ വഴികളാണെന്നും അതിനാൽ നടപ്പവകാശം ആവശ്യപ്പെടുന്നതിന് ന്യായമില്ലെന്നും ഒക്കെയായിരുന്നു കത്തുകൾ എഴുതിയവർ വാദിച്ചത്. അങ്ങനെ സത്യാഗ്രഹം വലിയ തോതിൽ അഖിലേന്ത്യ ശ്രദ്ധ ആകർഷിച്ചു. ആളും അർത്ഥവും വൈക്കത്തേക്ക് പ്രവഹിച്ചു. സത്യാഗ്രഹികൾക്കായി സൗജന്യ ഭോജനാലയം തുടങ്ങുവാനായി പഞ്ചാബിൽ നിന്ന് ഒരു അകാലി സംഘമെത്തി. ഹൈന്ദവേതരായ ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ഭജയമാതരം മാത്തുണ്ണി, യങ് ഇന്ത്യയുടെ സമ്പാദകനായിരുന്ന അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരും സത്യാഗ്രഹത്തിനൊരുങ്ങി മുൻപോട്ട് വന്നു. കേരളത്തിന് വെളിയിൽ നിന്നുള്ള പ്രശസ്തരായ പലരെയും ഈ ചരിത്ര സംഭവം കേരളത്തിലേക്ക് ആകർഷിച്ചു. വിനോബ ഭാവെ, സ്വാമി ശ്രദ്ധാനന്ദ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടും. ഗാന്ധിയുടെ വിലക്കുണ്ടായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് EV രാമസ്വാമി നായ്ക്കർ ഭാര്യ നാഗമ്മയോടൊപ്പമെത്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു. വിദേശ ലേഖകന്മാർ പോലും സത്യാഗ്രഹത്തെ ശ്രദ്ധിച്ചു. 1924 മെയ് 9 അമേരിക്കൻ പത്രപ്രതിനിധി ചാൾസ് ബി ഹിൽ വൈക്കം സന്ദർശിച്ചു. എന്നാൽ കേരളത്തിന് പുറത്തുള്ളവരുടെയോ ഹൈന്ദവർ അല്ലാത്തവരുടെയോ സഹായം ഈ സത്യാഗ്രഹത്തിന് സ്വീകരിക്കുന്നതിന് ഗാന്ധി എതിരായിരുന്നു. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ ഒരു കളങ്കം ഇല്ലായ്മ ചെയ്യുവാനുള്ള സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതി എന്നായിരുന്നു ഗാന്ധിയുടെ നിലപാട്. എന്നാൽ വൈക്കം സത്യാഗ്രഹം ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശവുമായി ഒത്തുപോകുന്ന ഒരു സത്യാഗ്രഹമായിരുന്നു. അതിനാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും താല്പര്യം കാണിക്കാതിരുന്ന ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹത്തിൽ പ്രത്യേകം താല്പര്യമെടുത്ത് സഹകരിച്ചു. വൈക്കത്തെ അദ്ദേഹത്തിന്റെ ആശ്രമം സത്യാഗ്രഹികളുടെ ആവശ്യത്തിനായി വിട്ടുകൊടുത്തു. കൂടാതെ ശിവഗിരിയിൽ സത്യാഗ്രഹ നിധി ആരംഭിക്കുകയും ചെയ്തു. സത്യാഗ്രഹ നിധിയിലേക്ക് അന്ന് വലിയൊരു തുകയായ 1000 രൂപ സംഭാവന ചെയ്യുകയും ചെയ്തു. തന്റെ ഇഷ്ട ശിഷ്യന്മാരായ സ്വാമി സത്യവ്രതനെയും കോട്ടുകോയിക്കൽ വേലായുധനെയും വൈക്കത്തേക്ക് നിയോഗിച്ചു. സത്യാഗ്രഹം അതിന്റെ മൂർധന്യത്തിൽ ആയിരുന്നപ്പോൾ 1924 സെപ്റ്റംബർ 27 ഗുരു സ്ഥലം സന്ദർശിച്ചു. ബോട്ടിലായിരുന്നു അദ്ദേഹം വൈക്കത്തെത്തിയത്. അദ്ദേഹത്തെ സ്വീകരിക്കുവാനായി ആയിരക്കണക്കിന് ആളുകൾ ബോട്ട് ജെട്ടിയിൽ കാത്തുനിന്നിരുന്നു. ഗാന്ധിജി അയച്ചുകൊടുത്ത കൈത്തറി നൂലിന്റെ ഒരു ബഹുവർണ്ണ ഹാരം അർപ്പണം ചെയ്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സത്യാഗ്രഹ ആശ്രമത്തിൽ നെയ്ത ഒരു കൈത്തറി കൈലേസും അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടു. അടുത്ത ദിവസം മഹാത്മാഗാന്ധിയുടെ ആരോഗ്യത്തിനായുള്ള ഒരു പൊതു പ്രാർത്ഥനാ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന്റെ പങ്കെടുപ്പ് വലിയ ഭാഗ്യമാണെന്ന് സ്വാമി സത്യവ്രതൻ പറഞ്ഞപ്പോൾ താൻ വെറുതെ പങ്കെടുക്കുവാനല്ല പ്രാർത്ഥിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന് ഗുരു മറുപടി പറഞ്ഞു. എല്ലാവർക്കും മുൻപിൽ അദ്ദേഹം ഏതാനും നിമിഷം ധ്യാനനിരതനായി. ശ്രീനാരായണ ഗുരു പരസ്യമായി പ്രാർത്ഥിക്കുന്നതായി കണ്ട ഒരേ ഒരു അവസരം ഇതായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ എങ്ങനെയോ സത്യാഗ്രഹത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഗുരുവും ഗാന്ധിയും തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉടലെടുത്തു. SNDPയുടെ കാര്യവാഹിയുമായുള്ള സംഭാഷണങ്ങളിലൊന്നിൽ ഗുരു നടത്തിയ ചില പരാമർശങ്ങൾ ഗുരുവിന്റെയും ഗാന്ധിയുടെയും നിലപാടുകൾ വിഭിന്നമാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ തത്വങ്ങൾക്ക് വിപരീതമായി ഈഴവരുടെ ആത്മീയ നേതാവ് തന്റെ അനുയായികളെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു ഘട്ടത്തിൽ സത്യാഗ്രഹത്തിനുള്ള പിന്തുണ പിൻവലിക്കുവാൻ ചിലർ ഗാന്ധിയെ ഉപദേശിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെയും ഗാന്ധിയുടെയും നിലപാടുകൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചാൽ അവ തമ്മിൽ മൗലികമായ അന്തരമൊന്നും ഇല്ല എന്നും ഇരുവരുടെയും ലക്ഷ്യം അസ്പർശ്യത ഉന്മൂലനം ചെയ്ത് മനുഷ്യർക്കിടയിൽ സമത്വം വളർത്തുക എന്നത് മാത്രമാണ് എന്ന വാദങ്ങളും ഉയർന്നു വന്നു. ഇതിനിടെ സവർണ വിഭാഗങ്ങളുടെ പിന്തുണ വൈക്കത്തെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് ആവശ്യമാണ് എന്ന് ഗാന്ധിക്ക് തോന്നി. സവർണർ മാത്രമടങ്ങുന്ന ഒരു പദയാത്ര തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരത്ത് ചെന്ന് അവർണരുമായുള്ള ഐക്യം പ്രകടിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്ന് ഗാന്ധി നിർദ്ദേശിച്ചു. നായർ സമുദായ നേതാവായിരുന്ന മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 500 പേരടങ്ങുന്ന ഒരു സവർണ പദയാത്ര 1924 നവംബർ 1 വൈക്കത്ത് നിന്ന്
തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. പദയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. വഴിക്ക് കൂടുതൽ ആളുകൾ ചേർന്നത് മൂലം തുടങ്ങിയതിനേക്കാൾ പദയാത്ര വലുതായി. ഇടയ്ക്ക് യാത്രികർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹം തേടി. പദയാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഏകദേശം 5000-ഓളം ആളുകൾ പദയാത്രയിൽ ഉണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ ശുചീന്ദ്രത്ത് നിന്ന് പെരുമാൾ നായിഡുവിന്റെ നേതൃത്വത്തിൽ 1000 പേരടങ്ങിയ മറ്റൊരു പദയാത്രയും തിരുവനന്തപുരത്തെത്തി. അവിടെ ഒരു പൊതുസമ്മേളനവും നടത്തി. 1924 നവംബർ 13 ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം റീജന്റ് മഹാറാണി സേതുലക്ഷ്മിബായിയെ കണ്ട് 25,000 സവർണർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. വൈക്കം ക്ഷേത്രത്തിന്റെയും മറ്റ് ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള വഴികൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്ന അഭ്യർത്ഥനയായിരുന്നു മെമ്മോറാണ്ടത്തിന്റെ ഉള്ളടക്കം. വളരെ പ്രതീക്ഷകളോടെയാണ് ഈ മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെട്ടതെങ്കിലും അതിനോടുള്ള പ്രതികരണം അനുകൂലമായിരുന്നില്ല. കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിയമനിർമ്മാണ സഭയാണെന്ന നിലപാടായിരുന്നു മഹാറാണി സ്വീകരിച്ചത്. പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ SNDP കാര്യദർശി N കുമാരൻ 1925 ഫെബ്രുവരി 7 നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും 21-നെതിരെ 22 വോട്ടിന് അത് പരാജയപ്പെട്ടു. പ്രമേയത്തിന്റെ പരാജയം സത്യാഗ്രഹികളുടെ ആത്മവീര്യം തളർത്തുകയും യാഥാസ്ഥികരുടെ ആക്രമണ നടപടികൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. സത്യാഗ്രഹികളോട് നിശ്ചയദാർഢ്യവും സമാധാനവും പുലർത്തുവാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു. യാഥാസ്ഥികരുടെ നേതാവായിരുന്ന ഇണ്ടന്തുരുത്തിൽ നമ്പൂതിരി സത്യാഗ്രഹികളെ മർദ്ദിക്കുവാനായി ആളെ വാടകയ്ക്കെടുത്ത് അയക്കുകയാണ് ചെയ്തത്. സത്യാഗ്രഹികളെ കഴുത്തറ്റം വെള്ളത്തിൽ തള്ളിയിടുകയും അവരുടെ കണ്ണുകളിൽ ചുണ്ണാമ്പ് കലർത്തിയ ലായനി തളിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഇടപെടരുത് എന്ന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് നോക്കി നിൽക്കുക മാത്രമാണ് പോലീസ് ചെയ്തത് എന്ന് ആരോപിക്കപ്പെട്ടു. പെരുമ്പള്ളം ആമചാടി തുരുത്തിൽ നിന്ന് എത്തിയ പുലയ സമുദായക്കാരനായ തേവനെയും മൂവാറ്റുപുഴക്കാരൻ രാമൻ ഇളയതിനെയും പച്ച ചുണ്ണാമ്പെഴുതി കണ്ണുപൊട്ടിച്ചു. തിരുവല്ല ചിറ്റയിടത്ത് ശംഖുപിള്ളയെ മർദ്ദിച്ചു കൊന്നു. ഇദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷി. നിഷ്ഠൂരത കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ കോൺഗ്രസിനാവില്ലെന്ന് തിരുവിതാംകൂറിലെ അധികാരികളെ സബഹുമാനം പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുവെന്നും പ്രതിബദ്ധരായ സത്യാഗ്രഹികളുടെ മേൽ ഗുണ്ടകളെ അഴിച്ചുവിടുന്നത് അഖിലേന്ത്യാ തലത്തിൽ ജനാഭിപ്രായം അവർക്ക് അനുകൂലമായി തിരിയാനേ സഹായിക്കൂ എന്നും ഗാന്ധിജി യങ് ഇന്ത്യയിൽ എഴുതി. അക്രമ നടപടികളോട് പ്രതിഷേധിച്ച് സംസ്ഥാനതല സമരം തുടങ്ങി. സവർണ ക്ഷേത്രങ്ങൾ ബഹിഷ്കരിച്ചതിന്റെ ഫലമായി അവയുടെ വരുമാനം കുറഞ്ഞു. സവർണ മഹാജനസഭ അവയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സത്യാഗ്രഹത്തിനെതിരെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. സ്ഥിതി സംഘർഷഭരിതമാവുകയായിരുന്നു. സത്യാഗ്രഹത്തിന്റെ മെല്ലെയുള്ളതും അക്രമരഹിതവുമായ രീതി ആക്രമണത്തെയും ഗുണ്ടായിസത്തെയും നേരിടുവാൻ മതിയാവില്ലെന്ന് സത്യാഗ്രഹികൾക്ക് പോലും തോന്നിത്തുടങ്ങി. 1925 മാർച്ച് 10 സഹായി മഹാദേവ ദേശായി, മകൻ രാംദാസ്, അലാടി കൃഷ്ണസ്വാമി അയ്യർ, സി രാജഗോപാൽ ആചാരി എന്നിവർക്കൊപ്പം ഗാന്ധിജി കേരളത്തിലെത്തി. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം സന്ദർശിച്ചു. വൈക്കത്തെ ആശ്രമത്തിൽ താമസിച്ച് സത്യാഗ്രഹികളോട് സംസാരിച്ചു. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും അടക്കം സത്യാഗ്രഹത്തിന്റെ തത്വങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്ത് സത്യാഗ്രഹികളുടെ ആത്മവീര്യം ഉയർത്തുവാൻ ഗാന്ധിജി ശ്രമിച്ചു. സവർണ നേതൃത്വവുമായി ഒരു ഒത്തുതീർപ്പിനായി ഗാന്ധിജി ആഗ്രഹിച്ചു. അതിനായി ഒരു കൂടിക്കാഴ്ച ആവശ്യമായിരുന്നു. ആശ്രമത്തിൽ വരുവാൻ ക്ഷണിച്ച് സവർണറുടെ നേതാവ് ഇണ്ടന്തുരുത്തി നീലകണ്ഠൻ നമ്പൂതിരിക്ക് ഗാന്ധിയുടെ സഹായി മഹാദേവ ദേശായി ഒരു കുറിപ്പയച്ചു. തന്നെ കാണണമെന്നുള്ളവർക്ക് തന്റെ വീട്ടിൽ വന്ന് കാണാമെന്ന് നമ്പൂതിരി മറുപടി പറഞ്ഞു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഗാന്ധിയും കൂട്ടരും നമ്പൂതിരിയുടെ വസതിയായ ഇണ്ടന്തുരുത്തി മനയിലെത്തി. ഗാന്ധിയെയും കൂട്ടരെയും വീടിന്റെ വരാന്തയിലിരുത്തി നമ്പൂതിരിയും കൂട്ടരും അകത്തെ മുറിയിലിരുന്നു. ഗാന്ധിയും കൂട്ടരും അവർണരുടെ സ്പർശനമേറ്റ് അശുദ്ധി വന്നവരായതുകൊണ്ട് മനയുടെ അകത്തു പ്രവേശിക്കുന്നത് ശരിയല്ല എന്ന് നമ്പൂതിരി കരുതി. അവരുടെ കൂടിക്കാഴ്ച 3 മണിക്കൂറോളം നീണ്ടു. കള്ളന്മാർക്കോ മദ്യപാനികൾക്കോ ദുർനടപ്പുകാർക്കോ പൊതുവഴിയിൽ കൂടിയുള്ള നടത്തം അനുവദിക്കാതിരിക്കുന്നത് തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ ജനിച്ച ജാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെ വഴി മുടക്കുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്നും ഗാന്ധിജി പറഞ്ഞു. എന്നാൽ അവർണരുടെ അവസ്ഥ
അവരുടെ മുൻജന്മ പാപത്തിന്റെ ഫലം ആണെന്നായിരുന്നു നമ്പൂതിരിയുടെയും കൂട്ടരുടെയും നിലപാട്. സവർണറുടെ ഇടയിൽ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി വഴികൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്നതിനെ ഭൂരിപക്ഷം അനുകൂലിക്കുന്നുവെങ്കിൽ അത് അംഗീകരിക്കണം എന്നായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ നിർദ്ദേശം. യാഥാസ്ഥികർ നിയോഗിക്കുന്ന ഒരു പണ്ഡിതനും സത്യാഗ്രഹികൾക്കായി താൻ നിയോഗിക്കുന്ന മറ്റൊരു പണ്ഡിതനും തിരുവിതാംകൂറിലെ ദിവാന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാം എന്നതായിരുന്നു ഗാന്ധിജിയുടെ മറ്റൊരു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും യാഥാസ്ഥികർക്ക് സ്വീകാര്യമായിരുന്നില്ല. അതിനാൽ തന്നെ ഒത്തുതീർപ്പിൽ ഒന്നും എത്താതെ ഗാന്ധിജി മടങ്ങി. സത്യാഗ്രഹം തുടരുകയും സത്യാഗ്രഹികൾക്ക് മേലുള്ള അക്രമം പെരുകുകയും ചെയ്തു. അക്രമ വാഴ്ചയ്ക്ക് അറുതി വരുത്തുവാൻ ആവശ്യപ്പെട്ട് ഗാന്ധിജി തിരുവിതാംകൂർ പോലീസ് കമ്മീഷണർ ആയിരുന്ന WH പിറ്റിന് കത്തെഴുതി. ഒരു യൂറോപ്യൻ ആയിരുന്നു എന്നത് തിരുവിതാംകൂർ സർക്കാരും സത്യാഗ്രഹികളുമായി ഒരു ഒത്തുതീർപ്പ് സാധ്യമാക്കുവാൻ അദ്ദേഹത്തിന് സഹായകമായി. ബാരിക്കേഡുകളും നിരോധനാജ്ഞയും പിൻവലിക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കാമെന്ന് അദ്ദേഹം ഏറ്റു. തൽക്കാലം നിരോധന ഫലകങ്ങൾ കടന്നു പോകാതിരിക്കാൻ ഗാന്ധിജി സത്യാഗ്രഹികൾക്ക് നിർദ്ദേശം നൽകണം എന്ന വ്യവസ്ഥയിലായിരുന്നു അത്. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പാകും വരെ പോലീസ് സ്ഥലത്തുണ്ടാകുമെന്ന് തീരുമാനമുണ്ടായി. എഴുത്തുകൾ കൈമാറിയാണ് ഈ ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്നത്. 1924 ഫെബ്രുവരിയിൽ പുറപ്പെടുവിച്ച നിരോധന ഉത്തരവുകൾ പിൻവലിക്കാമെന്ന് സർക്കാരും സത്യാഗ്രഹം പിൻവലിക്കാമെന്ന് ഗാന്ധിജിയും സമ്മതിച്ചു. ക്ഷേത്രത്തിന്റെ വടക്ക്, തെക്ക്, പടിഞ്ഞാറ് വശത്തുള്ള വഴികൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുവാൻ സർക്കാർ സമ്മതിച്ചു എങ്കിലും കിഴക്ക് വശത്തുള്ള വഴിയും ഇതിലേക്ക് വന്നു ചേരുന്ന മറ്റു 2 വഴികളും സവർണർക്ക് മാത്രമുള്ളതായി തുടർന്നു. 3 സ്ഥലങ്ങളിൽ കവാടങ്ങൾ നിർമ്മിക്കണമെന്നും തീരുമാനമായി. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഗോപുരത്തിന് കുറച്ചകലെയായി ആയിരുന്നു ഒരു കവാടം. പടിഞ്ഞാറ് വശത്തെ വഴിയുടെ തെക്കും വടക്കും അറ്റങ്ങളിലായിരുന്നു മറ്റു 2 കവാടങ്ങൾ. ദർശന സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുമതിയുള്ളവർക്ക് മാത്രമായി തുറക്കുവാനായിരുന്നു ഈ കവാടങ്ങൾ. ഈ കവാടങ്ങൾക്ക് ഇടയിലുള്ള വഴി ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുമതിയില്ലാതിരിക്കുന്ന അവർണ ഹിന്ദുക്കൾക്ക് എന്ന പോലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അപ്രാപ്യമായിരിക്കുമെന്നും തീരുമാനമായി. ക്ഷേത്രത്തിന്റെ കിഴക്കും വടക്കുമുള്ള വഴികളെ കൂട്ടിയിണക്കി ഒരു പുതിയ വഴി പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം നിർമ്മിക്കണമെന്നും തീരുമാനമായി. തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ സി രാജഗോപാലാചാരി ഒരു കത്തിലൂടെ ഗാന്ധിജിയെ അറിയിച്ചതിനെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിക്കുവാൻ 1925 ഒക്ടോബർ 8 ഗാന്ധിജി സത്യാഗ്രഹികൾക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വൈകിയത് മൂലം പ്രക്ഷോഭം അടുത്ത മാസമാണ് പിൻവലിച്ചത്. വൈക്കം സത്യാഗ്രഹം നടന്നത് പ്രകൃതിയിലും സമൂഹത്തിലും ഒരുപോലെ മാറ്റത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രളയകാലത്തായിരുന്നു എന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ജനതയുടെ ചരിത്ര സ്മൃതിയിൽ ഇന്നും പച്ചയായി നിലനിൽക്കുന്ന 99 വെള്ളപ്പൊക്കം വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്ക വർഷമായ 1924 കേരളത്തിന്റെ ആധുനിക സാമൂഹിക ചരിത്രം വൈക്കം സത്യാഗ്രഹത്തിന് മുൻപും പിൻപുമെന്ന് കാലഗണന നടത്താനാവുമെന്ന് വാദിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിലുള്ള വഴികളിൽ മാത്രം പ്രവേശനം നേടാൻ കഴിഞ്ഞത് അവർണ ജനതയ്ക്ക് സത്യാഗ്രഹത്തിൽ നിന്നും ലഭിച്ച വിജയം ഭാഗികമായിരുന്നു എന്നൊരു പക്ഷവുമുണ്ട്. 4മത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വഴി അവർക്ക് തുറന്നു കിട്ടിയില്ല. കൂടാതെ ക്ഷേത്രത്തിൽ കടന്ന് ആരാധന നടത്തുവാനുള്ള അവകാശവും പൂർണ്ണമായും നിരോധിതമായി തുടരുകയും ചെയ്തു. ആ അവകാശം സ്ഥാപിച്ചു കിട്ടുവാനായി അവർണ ജനതയ്ക്ക് പിന്നെയും ഒരു ദശകം കൂടി കഴിഞ്ഞ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം വരെ കാത്തിരിക്കേണ്ടി വന്നു. നേരത്തെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എല്ലാ വഴികളിലും പ്രവേശനത്തിന് അവകാശം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സത്യാഗ്രഹത്തിന് ശേഷം കിഴക്ക് ഭാഗത്തെ വഴിയിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സത്യാഗ്രഹം ഏറെ നേട്ടമുണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. സത്യാഗ്രഹത്തിന് മുൻപ് കോൺഗ്രസ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്ന മലബാറിൽ ഒതുങ്ങിയ ഉയർന്ന ജാതിക്കാരുടെ ഒരു പാർട്ടിയായിരുന്നു. സാമൂഹ്യ ഉച്ചനീചത്വങ്ങളെ നീക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കാട്ടാതിരുന്ന ആ പാർട്ടിയോട് അവർണ ജനതയ്ക്ക് അടുപ്പമില്ലായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടെ അവർണരുടെ കോൺഗ്രസിനോടുള്ള മനോഭാവത്തിൽ വലിയ പരിവർത്തനം വന്നു. TK മാധവന്റെയും മറ്റും ആഹ്വാനം പിന്തുടർന്ന് അവർ കൂട്ടമായി കോൺഗ്രസിൽ ചേർന്നു. ഉപരിവർഗ പ്രസ്ഥാനം എന്ന നിലയിൽ നിന്ന് കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായി മാറി. സത്യാഗ്രഹത്തിന്റെ മറ്റൊരു നേട്ടം അതുണ്ടാക്കിയ സാമുദായിക സൗഹാർദ്ദമാണ്. സവർണരും
അവർണരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കം എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം സ്ഥാപിക്കുവാൻ അത് സഹായകമായി. അങ്ങനെ കേരള സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരുമ തെളിഞ്ഞു കാട്ടിയ വൈക്കം സത്യാഗ്രഹത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. ബി വെയർ, ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.